ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് മോണോക്രോമാറ്റിക് ആയിട്ടുള്ള അബറേഷൻ. നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് മോണോക്രോമാറ്റിക് അബറേഷൻ. മോണോക്രോമാറ്റിക് അബറേഷൻ എന്ന് പറഞ്ഞാൽ ഇതിന് മുമ്പ് പഠിച്ച സെയിം സാധനങ്ങൾ തന്നെയാണ് റിപ്പീറ്റേഷൻ. ഇതെന്ന് പറഞ്ഞാൽ ഇമേജ് ഫോർമേഷൻ ഉണ്ടാവുന്ന ഒരു ഇംപെർഫെക്ഷനാണ്. അത് ഉണ്ടാവുന്നത് ലെൻസസിലോ മിറേഴ്സിലോ ആണ്. ഈവൻ വെൻ യൂസിങ് ലൈറ്റ് ഓഫ് സിംഗിൾ കളർ അല്ലെങ്കിൽ ഡീവിയേഷൻ ഫ്രം ആൻ ഐഡിയൽ പോയിൻ്റ് ഇമേജ്. നമ്മളൊരു സിംഗിൾ കളറുള്ള ലൈറ്റ് യൂസ് ചെയ്യുകയാണെങ്കിലും അതിന് ഐഡിയൽ പോയിൻ്റ് ഇമേജിൽ നിന്ന് ഒരു ഡീവിയേഷൻ ഉണ്ടാകുന്നത് വഴി ആ ഒരു ഇമേജ് ഫോർമേഷന് ഇംപെർഫെക്ഷൻ ഉണ്ടാകുന്നു. സോ ഇംപെർഫെക്ഷൻ ഇൻ ഇമേജ് ഫോർമേഷൻ ബൈ ലെൻസസ് ഓർ മിറേഴ്സ് that occurs even when using light of single color deviating from an ideal point image. ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു പോയിൻ്റ് ഇമേജിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഒരു സിംഗിൾ കളർ, അതായത് λ1 എന്ന് പറയുന്ന ഒരു റെഡ് കളറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എങ്കിൽ പോലും അവിടെ നമുക്ക് ഉണ്ടാകുന്ന ഇമേജിന് എന്തുണ്ടാകുന്നു? ഇൻപെർഫെക്ഷൻ ഉണ്ടാകുന്നു. ഇങ്ങനെ ഒരു സ്ക്വയർ ആയിട്ടുള്ള ഇമേജ് ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇങ്ങനെയായിരിക്കും ഇമേജിനെ കിട്ടിയിട്ടുണ്ടാവുക. സോ അങ്ങനെയുള്ളൊരു ഇൻപെർഫെക്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയാം? മോണോക്രോമാറ്റിക് അബറേഷൻ എന്ന് പറയാം. മോണോക്രോമാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സിംഗിൾ വേവ് ലെങ്താ, അതായത് ഒരു സിംഗിൾ കളറാണ്. ആ കളറ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് പോലും നമുക്ക് എന്തുണ്ടാകുന്നു? ഇമേജിന് ഇൻപെർഫെക്ഷനാണ് ഉണ്ടാകുന്നത്. സോ മോണോക്രോമാറ്റിക് അബറേഷനിൽ നേരത്തെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് ഓരോന്നുമാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് എന്ത്? സ്പെറിക്കൽ അബറേഷൻ എന്ന് പറയുന്നത് an optical flare where parallel light rays passing through different part of a spherical lens do not focus at the same point. അതായത് ഒരു സ്പെറിക്കൽ ലെൻസിലൂടെ പാസ് ചെയ്യുന്ന ഒരു സ്പെറിക്കൽ ആയിട്ടുള്ള ലെൻസിലൂടെ പാസ് ചെയ്തിട്ടുള്ള പാരലൽ ആയിട്ടുള്ള ലൈറ്റ് റേസ് ഒന്നും ഒരൊറ്റ സിംഗിൾ ആയിട്ടുള്ള പോയിൻ്റ്, അതായത് സെയിം പോയിൻറ്റിൽ എന്ത് ചെയ്യുന്നില്ല? ഫോക്കസ് ചെയ്യുന്നില്ല. ഡു നോട്ട് ഫോക്കസ്. അപ്പോൾ അവിടെ എന്തുണ്ടാകും? വളരെ ബ്ലറി ആയിട്ടുള്ള ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള ഇമേജ് ഉണ്ടാകുന്നു. എ പെരിഫറൽ റേ ഫോക്കസ് ക്ലോസർ ദാൻ സെൻട്രൽ റേ. സെൻട്രൽ റേനേക്കാളും ക്ലോസറായിട്ട് പെരിഫറൽ റേ എന്ത് ചെയ്യുന്നു? ഫോക്കസ് ചെയ്യുന്നു. ഒന്നുമില്ല, ഇതെന്താണ്? ഒരു ഒപ്റ്റിക്കൽ ഫ്ലെയർ ആണ്. പാരലൽ ആയിട്ടുള്ള, ഇവിടെ നിന്ന് ഇങ്ങോട്ട് പഠിച്ചാൽ മതി. പാരലൽ ലൈറ്റ് റേസ് എന്ത് ചെയ്യാണ്? പാസിങ് ത്രൂ ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് സ്പെറിക്കൽ ലെൻസസ്. എന്ത് ചെയ്യുന്നു? ഒരു സ്പെറിക്കൽ ലെൻസസിൻ്റെ ഡിഫറെൻറ്റ് പാർട്ടിലൂടെ എന്ത് ചെയ്യുന്നു? പാസ് ചെയ്യുന്നു. ഡു നോട്ട് ഫോക്കസ് അറ്റ് ദി സെയിം പോയിൻറ്റ്. അവിടെ എന്ത് ചെയ്യുന്നില്ല? ഒരൊറ്റ സെയിം പോയിൻറ്റിൽ അത് എന്ത് ചെയ്യുന്നില്ല? ഫോക്കസ് ചെയ്യുന്നില്ല. അപ്പോൾ അവിടെ എന്ത് ക്രിയേറ്റ് ചെയ്യുന്നു? വളരെ ബ്ലറി ആയിട്ടുള്ള ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള ഒരു ഇമേജ് ഉണ്ടാക്കുന്നു. അതുവഴി അവിടെ പെരിഫറൽ ആയിട്ടുള്ള റേസ് ഫോക്കസ് ചെയ്യുന്നു മോർ ദാൻ എന്തിനേക്കാൾ ക്ലോസറായിട്ട്? സെൻട്രൽ റേനേക്കാൾ ക്ലോസറായിട്ട്. ഇതാണ് നമ്മളുടെ സെൻട്രൽ റേ. ഈ സെൻട്രൽ റേനേക്കാൾ വളരെ ക്ലോസറായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ പെരിഫറൽ ആയിട്ടുള്ളതാ ഇതുപോലുള്ള ഈ റേസിൽ ഇങ്ങനെ വരുന്ന ഈ റേനെ നമ്മൾ പറയുന്ന പേരാണ് പെരിഫറൽ റേസ്. ഈ പെരിഫറൽ റേസൊക്കെ ഇവിടെ നിന്നേ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. സോ ഈ സെൻട്രൽ റേനേക്കാൾ സെൻട്രൽ റേയിൽ ഇത്രയും ഡിഫറൻസ് ഉണ്ട് ഈ റേസിൽ നിന്ന്. പക്ഷേ ഈ പെരിഫറൽ റേസൊക്കെ എന്തായിട്ടാണ്? അടുത്തടുത്തായിട്ടാണ്, വളരെ ക്ലോസറായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? വന്നിട്ടുള്ളത്. അങ്ങനെയുള്ള ഈ റേസിനെ നമ്മൾ പറയുന്ന പേരാണ് പെരിഫറൽ റേ. ആൻഡ് ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? സെൻട്രൽ റേ. സോ സെൻട്രൽ റേ, പെരിഫറൽ റേ, ആൻഡ് ഇതാണ് ബെസ്റ്റ് ഫോക്കസ് നടന്നിട്ടുള്ള ആ ഒരു പോയിൻ്റ്. ഇതാണ് നമ്മളുടെ ലൈറ്റ് റേ. ലൈറ്റ് റേ ഒക്കെ വരുന്നത് എങ്ങനെയാണ്? പാരലൽ ആയിട്ടാണ് വരുന്നത്. ദെൻ ഇതാണ് ബെസ്റ്റ് ഫോക്കസ് പോയിൻ്റ്. നെക്സ്റ്റ് വൺ ഈസ് കോൾഡ് കോമ അബറേഷൻ. ഈ കോമ അബറേഷൻ എന്ന് പറയുന്നതും ഒരു ഒപ്റ്റിക്കൽ ഡിഫക്റ്റാണ്. ഇവിടെ ഓഫ് ആക്സിസ് ആയിട്ടുള്ള ലൈറ്റ് ഒരു പോയിൻ്റ് സോഴ്സിൽ നിന്ന് വരുന്നതാണ്. ആ പോയിൻ്റ് സോഴ്സ് അതെന്താണ്? ഇങ്ങനെ വരുന്ന ലൈറ്റിനെയൊക്കെ നമ്മൾ ആക്സിയൽ ലൈറ്റ് എന്നാണ് പറയുക.
ഇതെന്താ ഓഫ് ആക്സിയൽ ആയിട്ടാണ്, ആക്സിസിന് പുറത്തുള്ള, ഇതാണ് ഒപ്റ്റിക്കൽ ആക്സിസ് അല്ലേ. ഈ ഒപ്റ്റിക്കൽ ആക്സിസിലേക്ക് ഇങ്ങനെ വരുന്ന ലൈറ്റാണ്, ഇങ്ങനെയാണ് ഇത് വരുന്നത്. സോ അങ്ങനെയുള്ള ലൈറ്റിനെ നമ്മൾ ഓഫ് ആക്സിസ് ആയിട്ടുള്ള ലൈറ്റ് എന്നാണ് പറയുക. ഈ ഓഫ് ആക്സിസ് ലൈറ്റ് വരുന്നത് ഒരു പോയിൻ്റ് ആയിട്ടുള്ള ഒരു സോഴ്സിൽ നിന്നാണ്. സോ ഒരു പോയിൻ്റ് സോഴ്സിൽ നിന്ന് വരുന്ന ഈ ഓഫ് ആക്സിയൽ ലൈറ്റ് എവിടെ എത്തുന്നു? ലെൻസിലേക്ക് എത്തുന്നു. എന്നിട്ട് അതൊരു കോമറ്റ് ഷേപ്പ്ഡ് അല്ലെങ്കിൽ ടിയർ ഡ്രോപ്പ് ഷേപ്പ്ഡ് ആയിട്ടുള്ള ഒരു ബ്ലർ ഇമേജിനെ എന്ത് ചെയ്യുന്നു? ഫോം ചെയ്യുന്നു. റാദർ ദാൻ എ പെർഫെക്റ്റ് പോയിൻ്റ്, ഒരു പെർഫെക്റ്റ് പോയിൻറ്റിന് പകരം ഇതാ ഇങ്ങനെ വരുന്നു. ദെൻ ഈ ഓഫ് ആക്സിസ് റേസ് എന്ത് ചെയ്യുന്നുണ്ട്? പല സ്ഥലത്തുമാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഫോക്കസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു കോമറ്റ് ഷേപ്പ്ഡ് ആയിട്ടുള്ള ഒരു ഇമേജിനെ എന്ത് ചെയ്യുന്നു? അതവിടെ ഫോം ചെയ്യുന്നു. അതെന്ത് ചെയ്തിട്ടുണ്ട്? ആക്ച്വൽ ഇമേജിൽ നിന്ന് അല്ലെങ്കിൽ ആക്ച്വൽ ആയിട്ടുള്ള ഒബ്ജക്റ്റിൽ നിന്ന് എന്താണ്? ബ്ലർഡ് ആയിട്ടുള്ള ഒരു ഇമേജാണ്. ഡ്യൂ ടു ലൈറ്റ് റേസ് ഫോക്കസിങ് at different point depending on their distance from the lens center. ലെൻസ് സെൻറ്ററിൽ നിന്ന് ഉള്ള ഡിസ്റ്റൻസിൻ്റെ ഡിഫറൻസ് കാരണം അതെന്ത് ചെയ്യുന്നുണ്ട്? ഡിഫറെൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ലൈറ്റ് റേസ് ഒക്കെ ഫോക്കസ് ചെയ്തിട്ടുള്ളത് ഡിഫറെൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സിലാണ്, ഡിപ്പെൻഡിങ് ഓൺ ദി ഡിസ്റ്റൻസ് ഫ്രം ദി ലെൻസ് സെൻറ്റർ. ലെൻസിൻ്റെ സെൻറ്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് അതെല്ലാം ഫോക്കസ് ചെയ്തിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സിലായിരിക്കും. ദെൻ അതൊരു കോമറ്റ് ഷേപ്പ് ഫോം ചെയ്യും. അധിക ക്വസ്റ്റ്യൻസിലും ഒരു കോമറ്റ് ഷേപ്പ് ഫോം ചെയ്യുന്ന അബറേഷൻ്റെ പേര് ഏതാ ചോദിക്കാറുണ്ട്. അതാണ് കോമ അബറേഷൻ. ഇനി നെക്സ്റ്റ് വരുന്നതാണ് എസ്റ്റിഗ്മേഷൻ ഓർ എസ്റ്റിഗ്മാറ്റിസം. അടുത്ത് ഇതാണ് നമ്മൾ പഠിച്ച എസ്റ്റിഗ്മാറ്റിസം. ആൻഡ് എസ്റ്റിഗ്മാറ്റിസവും ഒരു ഒപ്റ്റിക്കൽ ഡിഫക്റ്റാണ്. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ലൈറ്റ് റേസ് ഇൻ പെർപെൻഡിക്കുലാർ പ്ലെയിൻ ഫോക്കസ് അറ്റ് ഡിഫറെൻറ്റ് പോയിൻറ്റ്സ്. പെർപെൻഡിക്കുലാർ പ്ലെയിനിലുള്ള ലൈറ്റ് റേസ് എന്ത് ചെയ്യും? ഡിഫറെൻറ്റ് പോയിൻറ്റിൽ എന്ത് ചെയ്യും? ഫോക്കസ് ചെയ്യും. എന്നിട്ട് അതെന്ത് കോസ് ചെയ്യും? ഒരു ബ്ലർഡ് ആയിട്ടുള്ള ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള വിഷൻ ഉണ്ടാക്കും. ഇവിടെ ഇമേജ് എന്ന് പറയുന്നത് അപ്പിയർ ചെയ്തിട്ടുള്ളത് ആസ് ലൈൻ, ഒരു ലൈനായിട്ടോ അല്ലെങ്കിൽ ഒരു എലിപ്സ് ആയിട്ടോ ആയിരിക്കും. ഇൻസ്റ്റെഡ് ഓഫ് ഷാർപ്പ് പോയിൻ്റ്, ഒരു ഷാർപ്പ് പോയിൻറ്റിന് പകരം അവിടെ ഒന്നുമില്ലെങ്കിൽ എന്തായിരിക്കും? ഒരു ലൈനായിട്ടോ അല്ലെങ്കിൽ ഒരു എലിപ്സ് ആയിട്ടോ ആണ് എന്ത് ചെയ്തിട്ടുണ്ടാവുക? അത് ഇവിടെ ഇമേജ് ഫോം ചെയ്തിട്ടുണ്ടാവുക. ദെൻ ഇത് അധികവും നമ്മൾ കാണുന്നത് ഐയിലാണ് കാണാറുള്ളത്. ഒരു ഐ ഡിസീസ് ആയിട്ടാണ് നമ്മളിത് കാണാറ്. ഇതാണ് നോർമൽ ഐ. നിങ്ങൾ വരയ്ക്കുമ്പോൾ നന്നാക്കി വരയ്ക്കുക. എനിക്ക് അത്ര ഇതായിട്ടല്ല കിട്ടിയിട്ടുള്ളത്. ഡിഫറെൻ്റ് ആയിട്ടുള്ള റേസ് ഇങ്ങനെ വരുന്നു. ആ റേസൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരൊറ്റ പോയിൻറ്റിൽ ഫോക്കസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അസ്റ്റിഗ്മാറ്റിസ് ഉള്ള ആളാണെങ്കിൽ ഇങ്ങനെ വരുന്ന റേസൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? കുറേ എണ്ണം ഈ ഒരു പോയിൻ്റ്, കുറേ എണ്ണം ഈ ഒരു പോയിൻറ്റിൽ, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സിലായിരിക്കും ഇത് എന്ത് ചെയ്തിട്ടുണ്ടാവുക? ഫോക്കസ് ചെയ്തിട്ടുണ്ടാവുക. സോ നമുക്ക് ഇവിടെ ഒരു വിഷനായിട്ട്, അതായത് നല്ല പെർഫെക്റ്റ് ഷാർപ്പായിട്ടുള്ള ഒരു ഇമേജ് കിട്ടുന്ന സമയം ഇവിടെ എന്തായിട്ടാണ് കിട്ടുക? ബ്ലർഡ് ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും കിട്ടുക. സോ ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് അസ്റ്റിഗ്മാറ്റിസം എന്ന്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഫീൽഡ് കർവേച്ചർ. ഫീൽഡ് കർവേച്ചർ എന്ന് പറയുന്നതും ഒരു ഒപ്റ്റിക്കലായിട്ടുള്ള ഒരു ഡിഫക്റ്റ് അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ അബറേഷനാണ്. ഇവിടെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റിനെ നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുണ്ട് ഓൺ ടു എ കർവ്ഡ് സർഫസ്. ഒരു കർവ്ഡ് ആയിട്ടുള്ള ഒരു സർഫസിലാണ് ഇത് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ഇൻസ്റ്റെഡ് ഓഫ് എ ഫ്ലാറ്റ് പ്ലെയിൻ, ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു പ്ലെയിനിന് പകരം ഒരു കർവ്ഡ് ആയിട്ടുള്ള ഒരു സർഫസിലാണ് ഇവിടെ ഈ ഒബ്ജക്റ്റിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ഫ്ലാറ്റ് ഒബ്ജക്റ്റിനെ നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുള്ളത് ഒരു കർവ്ഡ് സർഫസിലാണ് ഇൻസ്റ്റെഡ് ഓഫ് ഫ്ലാറ്റ് പ്ലെയിൻ. സോ കർവ്ഡ് ആയിട്ടുള്ള സർഫസിൽ ഫ്ലാറ്റ് ഒബ്ജക്റ്റിനെ നമ്മൾ ഫോക്കസ് ചെയ്തു. അതിനെ നമ്മൾ പറയും ഫീൽഡ് കർവേച്ചർ എന്നും. അപ്പോൾ കർവേച്ചർ എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കുക അവിടെ എന്താണ്? കർവ്ഡ് ആയിട്ടുള്ള സർഫസാണ്. കോമ എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കുക അതെന്താണ്? കോമറ്റാണ്. ഇനി കോസിങ് ദി സെൻറ്റർ ഓഫ് ദി ഷാർപ്പ് വൈൽ ദി എഡ്ജസ് ബ്ലഡ് ഓൺ ദി ഫ്ലാറ്റ് സ്ക്രീൻ. ഇതിൻ്റെ കോർണർ എന്തായിരിക്കും? ഫ്ലാറ്റ് ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുക എഡ്ജസ്. പക്ഷേ അതിൻ്റെ സെൻറ്റർ എന്തായിരിക്കും? ഷാർപ്പായിരിക്കും. സെൻറ്റർ ഷാർപ്പും അതിൻ്റെ എഡ്ജസ് എങ്ങനെയായിരിക്കും? വളരെ ബ്ലർഡ് ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുക. ഷാർപ്പാവില്ല.
ഓക്കെ, അങ്ങനെയാണ് നമുക്ക് കിട്ടാറുള്ളത്. ദെൻ ഇനി നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നതാണ്, ഇതും അധിക പേപ്പേഴ്സിലും കണ്ടിട്ടുള്ളതാണ്, എന്താണ് ഡിസ്റ്റോർഷൻ. ഡിസ്റ്റോർഷൻ എന്ന് പറയുന്നതും എന്താണ്, എല്ലാവരും നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതാണ്. ഇതൊക്കെ എന്താണ്, ഒരു ഒപ്റ്റിക്കലായിട്ടുള്ള ഒരു അബറേഷനാണ്. is a lens flow where straight line appears curved in an image. ഒരു സ്ട്രെയിറ്റ് ലൈൻ ഉണ്ടായിരിക്കും, പക്ഷെ അതെന്താണ്, ഇമേജിൽ എന്തായിട്ടാണ് കാണുക, നമുക്ക് കർവ്ഡ് ആയിട്ടാണ് കാണുക. കോസ്ഡ് ബൈ മാഗ്നിഫിക്കേഷൻ ചേഞ്ചസ് വിത്ത് ഡിഫറൻസ് ഫ്രം ദി ഇമേജ് സെൻറ്റർ. ഇമേജ് സെൻറ്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസിനെ ബേസ് ചെയ്തിട്ടുള്ള മാഗ്നിഫിക്കേഷൻ ഉണ്ടാകുന്ന ചേഞ്ച് കാരണമാണ് എന്തുണ്ടാകുന്നത്, ഡിസ്റ്റോർഷൻ ഉണ്ടാകുന്നത്. സോ ഇതിന് റീസൺ എന്ന് പറയുന്നത് മാഗ്നിഫിക്കേഷൻ ചേഞ്ചസ് അല്ലെങ്കിൽ മാഗ്നിഫിക്കേഷനാണ് ഇതിനുള്ള റീസൺ. നോർമലി ഇങ്ങനെയുള്ള സ്ട്രൈറ്റ് ആയിട്ടുള്ള ലൈനുകൾ നമുക്ക് എങ്ങനെയാണ് തോന്നുക, ഇങ്ങനെ കർവ്ഡ് ആയിട്ട് ആണ് നമുക്ക് എന്ത് ചെയ്യുക, ഫീൽ ചെയ്യുന്നത്. സോ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ഡിസ്റ്റോർഷൻ എന്ന് പറയുക. അപ്പോൾ ഡിസ്റ്റോർഷൻ എന്ന് പറയുമ്പോൾ എപ്പോഴും ആലോചിക്കുക, ഇവിടെ എന്താണ്, സ്ട്രൈറ്റ് ലൈൻ എന്തായി മാറുന്നു, സ്ട്രൈറ്റ് ലൈൻ എന്തായി മാറുന്നു, കർവ്ഡ് ആയിട്ടുള്ള ഇമേജ് ആയിട്ട് മാറുന്നു.